മഴത്തോരു മുൻപ് എന്ന മനോഹരമായ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രോഹിത് അലീനയെ കാണുവാൻ വേണ്ടി കുളത്തുപുഴയിലെ ബംഗ്ലാവിലെത്തിയത് സ്റ്റാൻലിക്ക് ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല. അപ്പോഴാണ് അലീന മുൻകൈയെടുത്ത് രോഹിത്തിനെ ഒരു ദിവസം തൻ്റെ കൂടെ താമസിക്കുവാൻ വേണ്ടി നിർബന്ധിച്ചത്. അത് വാസ്തവത്തിൽ സ്റ്റാൻലിയെ വല്ലാതെ ചൊടിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ കരുതിക്കുട്ടിയുള്ള ആക്രമണം എന്ന രീതിയിൽ രോഹിത്തിനെ തരം താഴ്ത്തിക്കൊണ്ട് TV ന്യൂസിൽ കണ്ട പഴയ പെൺവാണിഭത്തിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് രോഹിത്തിനെ അദ്ദേഹം തുടക്കത്തിൽ തന്നെ ആക്രമിച്ചു, അപമാനിച്ചു. പക്ഷേ അലീനയ്ക്കത് കഠിനമായ മാനസിക വ്യഥയുണ്ടാക്കി. അവൾക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മാത്രവുമല്ല, ആ നിമിഷം മുതൽ സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കി രോഹിത്തിനു വേണ്ടി അവൾ ഘോരഘോരം വാദിക്കുവാൻ തുടങ്ങി. ഒടുവിൽ അലീനയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ സ്റ്റാൻലി ആയുധം വെച്ച് കീഴടങ്ങിക്കൊണ്ട് പറയുകയാണ്, നീ ഇത്രയൊക്കെ സംസാരിക്കാൻ തക്കവണ്ണം ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ ഇന്ന് താമസിക്കേണ്ട കാര്യമുണ്ടോ എന്ന് മാത്രമല്ലേ ചോദിച്ചുള്ളൂ. പക്ഷെ അലീന വിടാനുള്ള ഭാവമുണ്ടായിരുന്നില്ല. അവൾ വളരെ കൃത്യമായിട്ട് പപ്പയോട് പറയുകയാണ്, ഇവിടെ താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് മാത്രമല്ല പപ്പ ചോദിച്ചത്. ഞാൻ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തിയപ്പോൾ പപ്പ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല, സംസാരിച്ചില്ല, പേര് പോലും ചോദിച്ചില്ല. പകരം പെൺവാണിഭ കേസിലെ പ്രതിയല്ലേ എന്നാണ് ചോദിച്ചത്. അതിനേക്കാൾ ഭേദം അവൻ്റെ മുഖത്തടിക്കുന്നതായിരുന്നു പപ്പ. പപ്പയുടെ വീടായതുകൊണ്ട് പപ്പയ്ക്ക് എന്തുമാകാം, ഇറങ്ങിപ്പോകാൻ പറയാം. പക്ഷെ പപ്പ ഒരു കാര്യം ഓർക്കണം, ഞാനുണ്ടാകും അവന്. ഞാൻ അവനെ ആശ്വസിപ്പിക്കും. നിശ്ചയദാർഢ്യത്തോടെയുള്ള അലീനയുടെ വാക്കുകൾക്ക് മുൻപിൽ സ്റ്റാൻലി അങ്ങനെ പകച്ചിരിക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ പൊയ്ക്കോട്ടെ പപ്പ. സ്റ്റാൻലിക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. അയാൾ വെറുതെ തലയാട്ടി. അലീന മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തുടർന്ന് ആ ബംഗ്ലാവിൽ എന്താണ് സംഭവിച്ചത്, അതിലേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രവേശിക്കുവാൻ പോകുന്നത്. അതിനു മുൻപായി ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നത്, ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ ഓർപ്പിക്കുന്നു. വീഡിയോകൾ കാണുന്നവരിൽ ഒരു 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരാണ്. അതുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഒപ്പം ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, ഫേസ്ബുക്കിൽ യൂട്യൂബിൽ കാണുന്നതിനേക്കാൾ വളരെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ പോലും ഫോളോ ചെയ്യുന്നവർ നാമമാത്രമാണ്. ഒരുപക്ഷെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. രാത്രിയിൽ അത്താഴം വിളമ്പി ഊണുമേശയിൽ എത്തിക്കുന്ന തിരക്കിലായിരുന്നു അലീന. രോഹിത്ത് കുളിച്ചു വന്ന് മുറിയിലിരുന്ന് TV കാണുകയാണ്. ആ സമയത്ത് പിൻപിൽ ഒരു കാലൊച്ച കേട്ടുകൊണ്ട് രോഹിത്ത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്രതീക്ഷിതമായി പിൻപിൽ നിൽക്കുന്നു സ്റ്റാൻലി. രോഹിത്ത് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, ഭക്ഷണം കഴിക്കണ്ടേ? തന്നോടാണോ എന്നറിയുവാൻ രോഹിത്ത് തൻ്റെ പുറകിലേക്ക് പാളി നോക്കി. പക്ഷെ അവിടെ ആരുമില്ല. വീണ്ടും സ്റ്റാൻലി ചോദിക്കുകയാണ്, അതോ കഴിച്ചോ? തന്നോട് തന്നെയാണ് ചോദിക്കുന്നതെന്ന് രോഹിത്തിന് മനസ്സിലായി. അവനൊരു അത്ഭുതമാണ് തോന്നിയത്. അവൻ തിരികെ പ്രതികരിച്ചു, കഴിച്ചില്ല. ആ എങ്കിൽ വാ, അതിന് സമയമായി. രോഹിത്ത് സംശയിച്ചാണ് സ്റ്റാൻലിയുടെ പിന്നാലെ ചെയ്യുന്നത്. രണ്ടുപേരും കൂടി ഒന്നിച്ചു വരുന്നത് കണ്ട് അലീന അത്ഭുതപ്പെട്ടു. അവൾ രോഹിത്തിനെ വിളിക്കാൻ പോകാൻ ഭാവിക്കുകയായിരുന്നു. ഔതക്കുട്ടിച്ചായൻ അല്പം കഴിഞ്ഞാണ് വന്നത്. സ്റ്റാൻലി അലീനയോട് സംസാരിച്ചതേയില്ല. പപ്പയ്ക്ക് അല്പം പരിഭവമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അത്താഴത്തിന് ശേഷം രോഹിത്ത് മെല്ലെ കിച്ചണിലേക്ക് നീങ്ങി. ഒതുക്കത്തിൽ അവൻ അലീനയോട് പറയുകയാണ്, അലീന ചേച്ചിയുടെ പപ്പ എന്നോട് സംസാരിച്ചു കേട്ടോ. ആണോ? എന്ത് സംസാരിച്ചു? എന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി മുറിയിൽ വന്ന് വിളിച്ചു. അലീന വിസ്മയത്തോടുകൂടി അവനെ നോക്കി. ഞാനിതെല്ലാമേ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വരാം. നീ മുറിയിൽ പോയിരുന്ന് TV കണ്ടു. നിനക്ക് കിടക്കാനുള്ള മുറി ഞാൻ വന്നിട്ട് ശരിയാക്കി തരാം കേട്ടോ. രോഹിത്തിനെ പറഞ്ഞയച്ചതിന് ശേഷം അലീന കിച്ചണിലെ ജോലികൾ തീർത്തു. മടങ്ങി അവൾ മുറിയിലെത്തിയപ്പോൾ രോഹിത്ത് അവിടെയില്ല. അലീന ഇരിപ്പുമുറിയിലും നീളൻ വരാന്തയിലും ലോണിലും ഒക്കെ പോയി നോക്കി. അവിടെ എങ്ങും രോഹിത്തില്ല. അലീന തിക്കിത്തിരക്കി നടക്കുന്നതും അവളുടെ മുഖത്തെ ജിജ്ഞാസയും ഒക്കെ കണ്ടുകൊണ്ട് ആൻ്റപ്പൻ പറയുകയാണ്, കേണൽ സാബ് വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. അത് കേട്ടപ്പോൾ അവൾക്കൊരു ജിജ്ഞാസയാണ് ഉണ്ടായത്. അലീന സ്റ്റാൻലിയുടെ മുറിയുടെ വാതിക്കൽ പോയി നോക്കി. അവിടെ കണ്ട കാഴ്ച അവളെ ആശ്ചര്യസ്തബ്ധയാക്കി കളഞ്ഞു. പപ്പയും രോഹിത്തും കൂടി ചെസ്സ് കളിക്കുന്നു. വല്യപ്പച്ചൻ കാഴ്ചക്കാരനായിട്ട് അടുത്തിരിപ്പുണ്ട്. നനയുന്ന മിഴികളോടെ അല്പനേരം അലീന ആ കാഴ്ച നോക്കി നിന്നു. പിന്നെ തിരികെ പോന്നു. രോഹിത്തിന് കിടക്കാനുള്ള മുറി ഒരുക്കിയ ശേഷം അവൾ വീണ്ടും സ്റ്റാൻലിയുടെ മുറിയിൽ ചെന്നു. കളി തീർന്നിട്ടില്ല. ചെസ് ബോർഡിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് പപ്പയും രോഹിത്തും. രോഹിത്തിന്റെ മൂവായിരുന്നു അടുത്തത്. അവൻ കരുനീക്കം നടത്തിയതും സ്റ്റാൻലി കുതിരയെ എടുത്തു വെച്ച് ചെക്ക് പറഞ്ഞു. രോഹിത്ത് ആകെ ഒന്ന് നോക്കി, രക്ഷയില്ല. അപ്പോൾ ഔതക്കുട്ടിച്ചായന്റെ വക കമന്റ്, അടിയറവ് പറയുക അത്ര തന്നെ. ജേതാവ് അവന്റെ നേരെ കൈ നീട്ടി. അവൻ ആ ഷേക്ക് ഹാൻഡ് സ്വീകരിച്ചു. അപ്പോൾ സ്റ്റാൻലി ആ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറയുകയാണ്, പക്ഷേ നീ നന്നായി കളിച്ചു കേട്ടോ. സ്റ്റാൻലി അവനെ അഭിനന്ദിച്ചു. താങ്ക് യു. ആ നീ പോയി കിടന്നു, നാളെ രാവിലെ കാണാം. ഇത് പറഞ്ഞ് സ്റ്റാൻലി എഴുന്നേറ്റു. അലീന രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോന്നു. അവന് വേണ്ടി ഒരുക്കിയ മുറിയിലെത്തിയപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ വിചാരിച്ചതുപോലൊന്നും അല്ല കേട്ടോ അലീന ചേച്ചിയുടെ പപ്പ. എന്നോട് കുറെ സംസാരിച്ചു. എവിടെയാ പഠിക്കുന്നത്, ഏത് കോഴ്സിനാ എന്നൊക്കെ ചോദിച്ചു. പപ്പയാ എന്നെ വന്ന് വിളിച്ചത് ചെസ്സ് കളിക്കാൻ.
അവൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ട് അലീന മൂളിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ പറയുകയാണ്, എന്നാ നീ കിടന്നു. ഇല്ല, എനിക്കൊന്നും ഉറങ്ങണ്ട. എനിക്ക് അലീന ചേച്ചിയുടെ അടുത്ത് ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണം. നാളെ എനിക്ക് തിരിച്ചു പോകേണ്ടതാണല്ലോ. ഓ അങ്ങനെയാണോ, ശരി, ഞാൻ ഇപ്പോൾ വരാമേ. അവൾ മുറി വിട്ടിറങ്ങി നേരെ സ്റ്റാൻലിയുടെ മുറിയിലേക്ക് പോയി. അവസാനത്തെ സിപ്പും എടുത്ത ശേഷം സ്റ്റാൻലി ഒഴിഞ്ഞ മധ്യ ഗ്ലാസ് ജനൽപ്പടിയിൽ വെച്ചു. എരിഞ്ഞു തീരാറായ സിഗരറ്റ് ആഷ്ട്രയിൽ കുത്തിക്കെടുത്തി തുറന്നു കിടന്ന ജനൽപ്പാളി അടച്ചു. ഈ സമയത്ത് ഡോർ ഹാൻഡിൽ തിരിഞ്ഞ ശബ്ദം കേട്ട് അയാൾ മെല്ലെ തല തിരിച്ചു നോക്കി. അലീനയാണ്. അവൾ അയാളുടെ നേർക്ക് നോക്കി 2 നിമിഷം മാറി നിന്നു. സ്റ്റാൻലി ജനലിന്റെ കൊളുത്തിട്ടതിനു ശേഷം അഴികൾക്കിടയിലേക്ക് ചുരുട്ടി വെച്ചിരുന്ന വിരി നിവർത്തിയിട്ടു. ഉടനെ തൊട്ടു പിൻപിൽ പപ്പ എന്നുള്ള വിളി കേട്ടു. സ്റ്റാൻലി അത് കേൾക്കാത്ത മട്ടിൽ ജനാലവിരിയുടെ ചുളിവുകൾ നിവർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും അവൾ ചോദിക്കുകയാണ്, പപ്പയ്ക്ക് എന്നോട് ദേഷ്യമാണോ? എന്തിന്? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട്. അത് കഴിഞ്ഞില്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ്. സോറി പപ്പ, ഞാൻ പപ്പയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. സോറി. നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പപ്പ ഇപ്പോഴും മുഖത്ത് നോക്കാതെയാണ് സംസാരിക്കുന്നത്. കാണുന്നവർക്ക് തോന്നും ജനലിനപ്പുറത്ത് മറ്റാരോ നിൽപ്പുണ്ടെന്നും അവരോടാണ് പറയുന്നതെന്നും. ഞാൻ അപ്പോഴത്തെ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ പപ്പ, സോറി. ആ ശരി പപ്പ. പപ്പയുടെ പിണക്കം മാറിയിട്ടില്ല. എനിക്ക് മുഖം കാണുമ്പോഴറിയാം. എനിക്ക് കിടക്കാൻ സമയമായി, വാതിലടയ്ക്കണം. അലീന അയാളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് അല്പനിമിഷങ്ങൾ കൂടി അവിടെ നിന്നു. പിന്നെ പിന്തിരിഞ്ഞ് നടന്ന് മുറിക്ക് വെളിയിലിറങ്ങി വാതിലടച്ചു. സ്റ്റാൻലി കിടക്കയിൽ വന്നിരുന്നു. എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥത അയാളെ മതിച്ചു. അല്പനേരം അയാൾ കിടന്നു നോക്കി. പക്ഷെ പറ്റുന്നില്ല, കിടക്കാൻ വയ്യ. സ്റ്റാൻലി എഴുന്നേറ്റ് ഒരു ചുരുട്ട് കൊളുത്തി. 2-3 കവിൾ പുകയെടുത്തുള്ളൂ. ഒരിക്കലും ഇല്ലാത്ത വിധം അതിനൊരു കയ്പുണ്ടായിരുന്നു. ഒരു കുറ്റബോധം അയാളുടെ മനസ്സിനെ ഗ്രസിച്ചു. തൻ്റെ മകൾ ഇവിടെ വന്ന് ക്ഷമ പറഞ്ഞപ്പോൾ അവളെ ഞാൻ ആശ്വസിപ്പിക്കേണ്ടതായിരുന്നു. മനസ്സിലെ വികാരങ്ങൾക്ക് നേർവിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ട് എല്ലായ്പ്പോഴും മുന്നിൽ കയറി തടസ്സം നിൽക്കുന്ന തൻ്റെ ഗർവിനോടിപ്പോൾ അയാൾക്ക് കടുത്ത അമർഷം തോന്നി. അലീന ഉറങ്ങാൻ കിടന്ന് കാണുമോ? ഇല്ല, അവൾ രോഹിത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ ചെന്ന് ഒരു ഗുഡ് നൈറ്റ് പറയണം, അല്ലെങ്കിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയില്ല എന്ന് അയാൾക്ക് തോന്നി. സ്റ്റാൻലി ചെന്ന് വാതിൽ തുറന്നു. പെട്ടെന്നൊരു നിമിഷം അയാൾ സ്തബ്ധനായി നിന്നുപോയി. വാതിലിനപ്പുറത്ത് ഭിത്തിമേൽ ചാരിക്കൊണ്ട് അലീന നിൽപ്പുണ്ട്. നീ പോയി കിടന്നില്ലേ? അലീന പതിയെ മുഖം തിരിച്ചു നോക്കി. 2 കവിളത്തും ഓരോ കണ്ണീർച്ചാലിൻ്റെ തിളക്കം കാണാം. സ്റ്റാൻലിക്ക് വല്ലായ്മയായിപ്പോയി. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? വേണ്ട, പപ്പ എന്നോടൊന്നും വേണ്ടണ്ട. കൊച്ചുകുട്ടികളുടേതായ ശാഠ്യത്തോടെ അവൾ പെട്ടെന്ന് മുഖം വെട്ടിച്ചു. സ്റ്റാൻലി കൈനീട്ടി അവളുടെ തോളത്ത് സ്പർശിച്ചു. എന്നിട്ട് ചോദിക്കുക, വേണ്ടല്ലോ? വിതുമ്പിക്കൊണ്ട് അവൾ ഭിത്തിയിലൂടെ നിരങ്ങി മാറി. സ്റ്റാൻലി വീണ്ടും ഒരു ചുവട് കൂടി മുൻപോട്ട് വെച്ച് അവളുടെ ചുമലിൽ പിടിച്ചു. മറ്റേ കൈകൊണ്ട് അവളുടെ വിതുമ്പുന്ന മുഖം പിടിച്ചുയർത്തി. പോട്ടെ, സാരമില്ല, പപ്പയല്ലേ പറഞ്ഞത്. അയാൾ ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് സ്റ്റാൻലി പതിയെ അലീനയെ അണച്ചു പിടിച്ചതും അയാളുടെ മാർവിലേക്ക് അവൾ തല ചായ്ച്ച് ഏങ്ങലടിച്ച് പൊട്ടിക്കരയുവാൻ തുടങ്ങി. എന്നിട്ട് പറയുകയാണ്, പപ്പ എന്നെ വഴക്കു പറഞ്ഞു, അടിച്ചു. എന്നാലും പിണങ്ങിയിരിക്കല്ലേ പപ്പ, പ്ലീസ്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. സാരമില്ല. അവളുടെ ശിരസിൽ തലോടി ആശ്വസിപ്പിക്കെ സ്റ്റാൻലിയുടെ കണ്ണിലും ഒരു ചെറിയ നനവ് പടർന്നു. ശേഷം അലീന വന്ന് നോക്കുമ്പോൾ രോഹിത്ത് വെറുതെ കട്ടിലിരിക്കുകയാണ്. അലീനയെ കണ്ടതും അവൻ്റെ മുഖം പ്രകാശമാനമായി. ഞാൻ ഓർത്തു അലീന ചേച്ചി പോയി കിടന്ന് ഉറങ്ങിക്കാണുമെന്ന്. എവിടായിരുന്നു ഇതുവരെ? പപ്പയുടെ അടുത്ത് ഒരു ഗുഡ് നൈറ്റ് പറയാൻ പോയതാ. അപ്പോൾ ദേ പപ്പയ്ക്ക് എന്നോടൊരു കെറുവ്. അപ്പോൾ പിന്നെ അത് തീർക്കണ്ടേ, അതാണ് താമസിച്ചു പോയത്. എന്നിട്ട് തീർന്നോ? പിന്നെ തീർക്കാതെ കൊള്ളാം. അലീന രോഹിത്തിൻ്റെ അരികിലിരുന്നു. ഉടനെ രോഹിത്ത് അവളുടെ വലത് കൈപ്പടമെടുത്ത് തൻ്റെ 2 കൈത്തലം കൊണ്ടും പൊതിഞ്ഞു പിടിച്ചു. അപ്പോൾ അവനിൽ നിന്നും ഒരു സ്നേഹപ്രവാഹം അനേകായിരം ഉറവകളുള്ള ഒരരുവി പോലെ കളകളാരവത്തോടെ തൻ്റെ വിരലുകളിലൂടെ പതഞ്ഞു കയറുന്നത് അലീന തിരിച്ചറിഞ്ഞു. അപ്പോൾ രോഹിത്ത് അപേക്ഷാപൂർവം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ ചേച്ചിയുടെ മടിയിൽ തലവെച്ച് ഇച്ചിരി നേരം കിടന്നോട്ടെ? അലീന അവൻ്റെ ചുമലിൽ പിടിച്ചവനെ ചായച്ചു കിടത്തി. അവളുടെ മടിയിൽ തലവെച്ച് അവനൊരു പിഞ്ചു ബാലിനെ പോലെ കിടന്നു. അലീന അവൻ്റെ ശിരസിൽ മൃദുവായി തലോടിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്ക് രോഹിത്ത് ചോദിക്കുകയാണ്, ഓർഫനേജിൽ കഴിഞ്ഞ കാലത്ത് അലീന ചേച്ചിക്ക് വലിയ കഷ്ടപ്പാടായിരുന്നു അവിടെ? വിഷമങ്ങളുണ്ടായിട്ടുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കഷ്ടപ്പാടെന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെയാണല്ലോ ഞാൻ പിച്ച വെച്ച് നടന്നതും വളർന്നതും. മോളെ, ഇത് നമ്മുടെ വീടാണെന്ന് ബ്രിജിത്ത മമ്മി പറയും. ഒരുപാട് അംഗങ്ങളുള്ളൊരു വീട്, അനാഥരുടെ വീട്. തിരിച്ചറിവായപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു അനാഥ കുട്ടിയാണെന്ന്. അച്ഛനും അമ്മയും കൂടപ്പറപ്പുകളും ബന്ധുക്കളും ഇല്ലാത്തവൾ. അച്ഛനമ്മമാരുടെ ഒപ്പം നിൽക്കുന്ന കുട്ടികളെ കാണുമ്പോൾ എനിക്ക് കൊതിയാകുമായിരുന്നു. സഹോദരങ്ങളോടൊപ്പം കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന കുട്ടികളെ കാണുമ്പോൾ എനിക്കങ്ങനെ ആരുമില്ലല്ലോ എന്നോർത്ത് സങ്കടം വരുമായിരുന്നു. അത് കേട്ട് കിടക്കുമ്പോൾ രോഹിത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വീണ്ടും അലീന പറയുക, നല്ല ഉടുപ്പുകളില്ല, നല്ല പുതപ്പുകളില്ല, നല്ല കിടക്കയില്ല, നല്ല ഭക്ഷണവുമില്ല.
ഉല്ലാസത്തിന് കൊണ്ടുപോകാൻ ആരുമില്ല. ഞങ്ങളുടെ ലോകം ചെറുതാണെന്ന് എനിക്ക് മനസ്സിലായി. പുറത്ത് വലിയൊരു ലോകമുണ്ട്. അതും ഞങ്ങളുടെ ലോകവും തമ്മിൽ ഒരുപാട് വ്യത്യാസവുമുണ്ട്. ഇന്ന് വൈകിട്ട് അത്താഴമുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ ഇല്ലായിരിക്കും. നാളെ രാവിലെ കഴിക്കാൻ എന്തുണ്ടാകുമെന്ന് നിശ്ചയമില്ല. എല്ലാ ദിവസവും ഏതെങ്കിലും വീട്ടിൽ കല്യാണമുണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കും. ഒരുപാട് ചോറും കറികളും മിച്ചം വരണമേ എന്നും. അപ്പോഴേക്കും അവളുടെ കാൽമുട്ടുകളിന്മേൽ നരവ് പുരണ്ടത് അലീന തിരിച്ചറിഞ്ഞു. രോഹിത്തിന്റെ മുഖം അവൾ പിടിച്ചുയർത്തി. അവൻ അടക്കി പിടിച്ചു കിടക്കുകയാണ്. പക്ഷെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് നിയന്ത്രിക്കുവാൻ വയ്യ. ഞാൻ നിർത്തി, ഇനിയൊന്നും പറയുന്നില്ല. രോഹിത് പെട്ടെന്ന് കണ്ണു തുടച്ചു. ഇല്ല ചേച്ചി, ചേച്ചി പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇമോഷണലായിപ്പോയി. ഇത്രയേ ഉള്ളൂ, ഇനി വേറൊന്നും പറയാനില്ല. അയ്യോ നിർത്തല്ലേ ചേച്ചി, പ്ലീസ്, എനിക്ക് കേൾക്കണം. നാളെ ഞാൻ പോവല്ലേ? പിന്നെ ഇനി നമ്മൾ എന്നാണ് കാണുന്നത്? അതിന് ഇനി സമയം കിട്ടുമോ? അലീന അല്പനേരം മൗനമായിരുന്നു. അപ്പോൾ രോഹിത് വീണ്ടും ചോദിക്കുകയാണ്, ചേച്ചിക്ക് നേരത്തെ അറിയായിരുന്നോ അമ്മ ചേച്ചിയുടെയും അമ്മയായിരുന്നുവെന്ന്? ഞങ്ങളൊക്കെ ചേച്ചിയുടെ കൂടപ്പിറപ്പുകളായിരുന്നുവെന്ന്? ഇല്ല. ബ്രിജിത്ത മമ്മി മരിക്കാറായി കിടക്കുമ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയുടെ അടുത്തേക്കാണ് എന്നെ അയക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ഞാൻ അവിടെ ഒരു വീട്ടുവേലക്കാരിയായിരിക്കും. എല്ലാവരെയും കാണാം, സംസാരിക്കാം, പക്ഷെ ഒന്നും വെളിപ്പെടുത്തരുത്. ഒരു ചില്ലുഭിത്തി ഇടയ്ക്കുണ്ട് എന്നുള്ള ഓർമ്മ എല്ലായ്പ്പോഴും ഉണ്ടാവണം. കണ്ണിൽ കണ്ണുനീരുമായി രോഹിത് അത് കേട്ട് കിടക്കുകയാണ്. ഇടയ്ക്കവൻ ഇടർന്ന ശബ്ദത്തോടുകൂടി ഗദ്ഗതത്തോടുകൂടി ചോദിക്കുകയാണ്, ഞങ്ങളെ കണ്ടപ്പോൾ അലീന ചേച്ചിക്ക് എന്താണ് തോന്നിയത്? കൃഷ്ണമോളെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, പിന്നെ ബബിതയും നീയും. നിങ്ങളെ കണ്ടപ്പോൾ മനസ്സ് നിറയെ കുസൃതി കലർന്ന ഒരു സന്തോഷമായിരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, നിന്റെ അനുജനും അനുജത്തിയുമാണിതെന്ന്. നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യാൻ എനിക്ക് സന്തോഷമായിരുന്നു. സ്നേഹത്തോടെ എന്നെ ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു. അലിവോടൊരു വാക്ക് മിണ്ടിയാൽ മതിയായിരുന്നു. അത്രയും പറഞ്ഞപ്പോഴേക്കും അലീനയുടെ ഒച്ചയിടറി. അവൾ അവിടെ നിർത്തി. പെട്ടെന്ന് രോഹിത് ചാടി എഴുന്നേറ്റു. അലീനയുടെ നിറമിഴികളിലേക്ക് നോക്കിയതും അവൻ കുറ്റബോധം കൊണ്ട് വിതുമ്പിപ്പോയി. ഇരു കൈകൊണ്ടും അവളുടെ മുഖം പിടിച്ച് അവൻ തൻ്റെ തോളിലേക്ക് അമർത്തി. തുടർന്ന് പശ്ചാത്താപ വിവശനായി അവൻ മന്ത്രിക്കുകയാണ്, സാരമില്ല, അതിനും കൂടി പകരം ഞാൻ ഇനി സ്നേഹിച്ചോളാം. ഇപ്പോൾ എനിക്ക് അലീന ചേച്ചിയുടെ അടുത്തുള്ള സ്നേഹം എത്രമാത്രമാണെന്നറിയാമോ? എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞു, ഒരു പുഴുവിനെ പോലെ വേണമെങ്കിൽ ചവിട്ടി അരച്ചു, എൻ്റെ മുഖത്ത് തുപ്പിക്കൂ, എന്തു ചെയ്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഉടനെ അലീന, എനിക്കൊന്നും വേണ്ട മോനെ, ഇപ്പം എനിക്ക് ഒരു വിഷമവും ഇല്ലടാ. നിന്നെ എനിക്ക് മടക്കി കിട്ടിയല്ലോ, അത് മാത്രം മതി. അത് കേട്ടുകൊണ്ട് രോഹിത് അവളുടെ പുറത്തു മെല്ലെ തട്ടിക്കൊണ്ടിരുന്നു, ഒരു കൊച്ചു കുഞ്ഞിനെ ഉറക്കുവാൻ കിടത്തുന്നത് പോലെ. അലീന അവൻ്റെ തോളത്തു നിന്നും മുഖമെടുത്തു. അവൻ്റെ നനഞ്ഞ കവിൾത്തടം ഒപ്പിയിട്ട് ചോദിക്കുകയാണ്, നിനക്ക് ഉറങ്ങണ്ടേടാ? വേണ്ട, എനിക്ക് സംസാരിച്ചു കൊണ്ടിരിക്കണം. അല്പം കഴിഞ്ഞ് അവൻ വീണ്ടും പറയുകയാണ്, അലീന ചേച്ചി വളർന്ന ആ ഓർഫനേജിൽ എന്നെ ഒരു ദിവസം കൊണ്ടുപോണേ. അതെന്തിനാ? വെറുതെ ഒന്ന് കാണാൻ. അയ്യോ, അതെല്ലാം അന്യാധീനപ്പെട്ടു പോയി. എന്നാലും ചേച്ചി താമസിച്ച ആ കെട്ടിടവും പരിസരങ്ങളുമൊക്കെ അവിടെ തന്നെ ഉണ്ടാവില്ലേ? എടാ, സ്നേഹനികേതനത്തിൻ്റെ കെട്ടിടം ഒരു കാലത്ത് ബ്രിജിത്ത മമ്മിയുടെ സ്വന്തമായിരുന്നു. ഓരോരോ വിഷമങ്ങൾ വന്നപ്പോൾ അതൊക്കെ വിൽക്കേണ്ടി വന്നു. പിന്നെ വാടക കെട്ടിടത്തിലേക്ക് മാറി. അതൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ടാകുമോ എന്ന് ആർക്കറിയാം? ചേച്ചി, നമുക്കൊരു ദിവസം അവിടെ പോകണം. ചേച്ചി താമസിച്ച ആ കെട്ടിടം എന്നെങ്കിലും ഒരിക്കൽ വില കൊടുത്ത് വാങ്ങണം. അയ്യോ, അതൊക്കെ നടക്കുന്ന കാര്യമാണോടാ? എത്ര ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും? അവിടെ അങ്ങനെ കുറച്ച് സ്ഥലം കിട്ടിയിട്ട് നമുക്ക് എന്താ കാര്യം? എൻ്റെ ഒരു ആഗ്രഹമാണ് ചേച്ചി അത്. അലീന ചേച്ചി അനാഥയെ പോലെ ജീവിച്ച് ആ സ്ഥലം വീണ്ടെടുത്ത് അലീന ചേച്ചിക്ക് തന്നെ തരണമെന്ന്. അതിപ്പോൾ നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നതല്ലേ? ഈ സ്നേഹം ഇതുപോലെ തന്നെ എന്നും ഉണ്ടാവുമോ? ഇല്ല, ഏറ്റക്കുറച്ചിലൊക്കെ വരും. നിന്റെ മനസ്സിലിപ്പോൾ ഞാനാണ് വലുത്. കുറെ കാലം കഴിയുമ്പോൾ അതൊക്കെ മാറും. ഇല്ല ചേച്ചി, എനിക്ക് ഉറപ്പാ. അവൻ അവളുടെ കൈത്തലം മുറുകെ പിടിച്ചു. എടാ മോനെ, നീ ഒരു കല്യാണം കഴിക്കുമ്പോൾ, നിനക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും കുടുംബവും ഉണ്ടായി കഴിയുമ്പോൾ നിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം ഒരു മൂലയിലേക്ക് ഒതുങ്ങിപ്പോകും. അതങ്ങനെ തന്നെയാ വേണ്ടത്. പെട്ടെന്ന് രോഹിത് പറയുകയാണ്, ചേച്ചിയുടെ സ്ഥാനം ഒരിക്കലും ഞാൻ ആർക്കും കൊടുക്കില്ല. മോനെ, എനിക്കൊന്നും തരണ്ട. പെങ്ങളാണെന്നുള്ള പരിഗണന മാത്രം മതി, സ്നേഹം മാത്രം മതി. അവർ സംസാരിച്ചിരിക്കുമ്പോൾ അലീനയുടെ സെൽഫോൺ എടുത്തുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ വാതിൽക്കലേക്ക് വന്നു. കുറേ നേരം കൊണ്ട് ഇതിവിടെ കിടന്നുകൊണ്ട് അടിക്കുകയാണ്. അലീന പെട്ടെന്ന് ഓടി എഴുന്നേറ്റ് പോയി സെൽഫോൺ വാങ്ങി. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, കിടന്നില്ലയോ മോളെ? കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ വല്യപ്പച്ച, ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് തീർന്നില്ല. ഔതക്കുട്ടിച്ചായൻ മടങ്ങിപ്പോയി. വീണ്ടും ഫോൺ റിങ് ചെയ്യുകയാണ്. അവൾ ഫോണിലേക്ക് നോക്കുമ്പോൾ രേവതിക്കുട്ടിയാണ്. അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. മറുവശത്ത് നിന്ന് ശുണ്ടി പിടിച്ച സ്വരമാണ് കേട്ടത്. മാമച്ചൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ സ്റ്റാൻഡിയുടെ വീട്ടിൽ ഫോൺ എടുക്കാൻ എന്താ ഇത്ര മടി? എൻ്റെ പൊന്നുമോളെ, ഞാൻ ഇരിക്കുന്നിടത്തല്ലായിരുന്നു ഫോൺ ഇരുന്നത്. അതുകൊണ്ടാ. ഫോൺ ഇരിക്കുന്നിടത്ത് ഞാനില്ലായിരുന്നു എന്നല്ലേ? ശരി, ഓ ശരി ശരി, സമ്മതിച്ചു. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കുറേ നാളായിട്ട്. കേണലിൻ്റെ വീട്ടിൽ നിന്നുള്ള വിളിയൊക്കെ കുറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേണലിൻ്റെ അത്രയും വരില്ലെങ്കിലും മാമച്ചൻ അങ്കിള് സുബേദാർ മേജർ ആയിരുന്നുവെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഇപ്പം മനസ്സിലാക്കിക്കോ.
പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേജർ ആയാലും കേണലായാലും എല്ലാം ഒരേ കാറ്റഗറിയിലാ, എക്സ് മിലിറ്ററി. പക്ഷെ ചില ആൾക്കാർക്കൊക്കെ ഇപ്പോഴും അവർ കേണലാണ് എന്നുള്ള ഭാവമാണ്. എൻ്റെ പൊന്നു പെണ്ണെ, ഞാൻ സമ്മതിച്ചല്ലോ. ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി കഴിഞ്ഞു. കുറ്റം സമ്മതിച്ചാൽ മാത്രം പോരാ, കുറ്റം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, കാരണം ഇതെല്ലാം വിശദീകരിക്കണം. എന്നാലേ ന്യായമായ ശിക്ഷ വിധിക്കാൻ പറ്റൂ. പിന്നെ കുന്തം, നിന്നെ മിനിഞ്ഞാന്നല്ലേടി ഞാൻ അങ്ങോട്ട് വിളിച്ചത്? പുനലൂര് പോയി വന്ന ദിവസം. വലിയ വാചം അടിക്കല്ലേ മോളെ. അതെ, മിനിഞ്ഞാന്ന് വിളിച്ചപ്പോൾ പുനലൂരെ വിശേഷങ്ങൾ പറയാനല്ലേ നേരം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിനിടയ്ക്ക് നമ്മളോടൊരു ക്ഷേമാന്വേഷണം. ബാക്കിയുള്ളൊരു കഞ്ഞി കുടിച്ചാണോ കിടക്കുന്നത്, അതോ പട്ടിണിയാണോ? ഒന്നും അറിയുകയും വേണ്ട, അന്വേഷിക്കുകയും വേണ്ട. ആ, എനിക്കറിയായിരുന്നു നിനക്കവിടെ പട്ടിണിയും പരിവട്ടവും ഒക്കെയാണെന്ന്. അത് പിന്നെയും പിന്നെയും ചോദിച്ച് നിന്റെ വിശപ്പിനെ കുത്തി നോവിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചോദിക്കാതിരുന്നത്. പെട്ടെന്ന് മറ്റേ തലക്കൽ രേവതിക്കുട്ടിയുടെ അടക്കിയ ചിരി കേട്ടു. എന്നിട്ട് രേവതിക്കുട്ടി പറയുകയാണ്, എനിക്കറിയാം ഒരുപാട് സ്വന്തക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പെണ്ണിനിപ്പോൾ ഭയങ്കര ഗമയാണെന്ന്. പക്ഷേ ഞാൻ കാരണമാണ് ഇതെല്ലാം കിട്ടിയെന്നുള്ള കാര്യം മറക്കണ്ട. നീ കാരണമോ? അതൊന്ന് വിശദീകരിച്ചാൽ തിരക്കേടില്ലായിരുന്നു. മാമച്ചനങ്കിളിന്റെ മോനും ഷെറിൻ ചേച്ചിയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിന്റെ കാര്യം ഞാനല്ലേ പറഞ്ഞു തന്നത്? അതുകൊണ്ടല്ലേ അലീന ചേച്ചി പുനലൂരിലെ തറവാട്ടിൽ പോയത് ഷെറിൻ ചേച്ചിയെ കാണാൻ? അതുകൊണ്ടല്ലേ അവിടുത്തെ സ്വന്തക്കാരെയെല്ലാം കാണാൻ പറ്റിയത്? എന്നിട്ടിപ്പം നിങ്ങളെല്ലാവരും ഒന്നായി. ഷെറിൻ ചേച്ചിയുടെ മോള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനെ കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അലീന ചേച്ചി ആരാ? ഉടനെ അലീന ജിജ്ഞാസയോടെ ചോദിക്കുക, ആരാ? ഈ പൊട്ടിപ്പെണ്ണിന് ഞാൻ എല്ലാം പറഞ്ഞു തരണോ? ഷെറിൻ ചേച്ചിയുടെ കുഞ്ഞ് അലീന ചേച്ചിയുടെ ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതെൻ്റെ ഇളയമ്മയുടെ മോള്. ഇളയമ്മയുടെ മോള് മാമച്ചനങ്കിളുടെ ആരാ? മാമച്ചനങ്കിളുടെ കൊച്ചുമകള്. മാമച്ചനങ്കിളുടെ കൊച്ചുമകൾ അലീന ചേച്ചിയുടെ ആരായിട്ട് വരും? എൻ്റെ കസിൻ. അയ്യോടി പെണ്ണേ, അപ്പം ഞാനും മാമച്ചനങ്കിളും ആൻറ്റിയും ഒക്കെ ബന്ധക്കാരായിട്ട് വരുമല്ലോ അല്ലേ? അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. ഞാൻ ഒറ്റയൊരുത്തി കാരണം അലീന ചേച്ചിക്ക് മാമച്ചനങ്കിളും ആൻറ്റിയും പോലും ബന്ധുക്കളായി എന്ന്. ഉടനെ അലീന വാടിയ മുഖത്തോടു കൂടി ശബ്ദം താഴ്ത്തി പറയുകയാണ്, പക്ഷേ ഷെറിൻ ആൻറ്റിയുടെ മോളെ കണ്ടുപിടിച്ചാലല്ലേ മാമച്ചനങ്കിളും ആൻറ്റിയും ഒക്കെ എൻ്റെ ബന്ധുക്കളായിട്ട് വരികയുള്ളൂ. കണ്ടുപിടിച്ചില്ലല്ലോ. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. കണ്ടുപിടിക്കണം. അതാണ് അലീന ചേച്ചിയുടെ മിടുക്ക്. ഞാൻ കരുക്കളെല്ലാം ഇണക്കി തന്നില്ലേ? ഞാൻ നോക്കട്ടെ പറ്റുമോന്ന്. അലീന ചേച്ചി മനസ്സ് വെച്ചാൽ പറ്റും. ഇവിടെ അങ്കിളും ആൻറ്റിയും ചേച്ചിയെ മാത്രം പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. ജിജോമോൻ്റെ കുഞ്ഞിനെ അലീന ചേച്ചി കണ്ടുപിടിച്ചു കൊടുത്താൽ അവർക്ക് അതിൽ കവിഞ്ഞൊരു സന്തോഷം ഉണ്ടാവില്ല. അവരുടെ സർവ്വസ്വത്തും വേണമെങ്കിൽ അലീന ചേച്ചിക്ക് തരും. നീ അവരോട് പറയണം കേട്ടോ, എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുമെന്ന്. എനിക്കിപ്പോൾ അലീന ചേച്ചിയോട് എന്തുമാത്രം അസൂയുണ്ടെന്നറിയോ? എന്തിന്? അലീന ചേച്ചിക്ക് ഇപ്പോൾ എന്തുമാത്രം സ്വന്തക്കാരാ. കടപ്പാട്ടൂര് അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും, കൊല്ലപ്പള്ളിയിൽ മനുവേട്ടനും വീട്ടുകാരും, കുളത്തുപുഴയിൽ പപ്പയും വല്യപ്പച്ചനും, അഞ്ചലിൽ ചേച്ചിയുടെ സഹോദരങ്ങളും അവരുടെ മമ്മിയും, പുനലൂര് ചേച്ചിയുടെ ഇളയച്ചന്മാരും മക്കളും. സ്വന്തം എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ലാതിരുന്നിട്ട് ഇപ്പം എത്ര പേരാ? എനിക്ക് മാത്രം ആരുമില്ല. ഞാനിപ്പോഴും പഴയ അനാഥ പെണ്ണ് തന്നെ. രേവതിക്കുട്ടിയുടെ സ്വരത്തിലടങ്ങിയിരുന്ന അന്യതാബോധവും സങ്കടവും നിരാശയും അലീന പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. സാരമില്ലടി മോളെ, നിനക്ക് ഞാനല്ലേ ഉള്ളത്. പിന്നെ എൻ്റെ സ്വന്തക്കാരെല്ലാം നിന്റെ സ്വന്തക്കാരാകാൻ ഒരു വഴിയുണ്ട്. അതെന്തു വഴിയാ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എൻ്റെ കുടുംബത്തിൽ നിന്ന് നീ ഒരു കല്യാണം കഴിക്കണം. ഇപ്പം പിടികിട്ടിയോ? ആരെ കല്യാണം കഴിക്കണം? മനുവേട്ടനെയോ? പെട്ടെന്ന് അലീന താക്കീതിൻ്റെ സ്വരത്തിൽ വിളിച്ചു പറയുകയാണ്. പെണ്ണെ, മുറത്തിക്കേറി കൊത്തല്ലേ മോളെ. അപ്പുറത്ത് നിന്ന് രേവതിക്കുട്ടിയുടെ വലിയ ചിരിയൊച്ച. തുടർന്നവൾ വീണ്ടും ചോദിക്കുകയാണ്, പിന്നെ ആരെയാ ചേച്ചി കല്യാണം കഴിക്കുക? ഒളിച്ചുകളിയൊന്നും വേണ്ട മോളെ. നീ ഇടയ്ക്കിടയ്ക്ക് കടപ്പാട്ടൂര് വിളിച്ച് ആരോടാണ് ഈ കൊച്ചു വർത്താനൊക്കെ പറയാറുള്ളത്? രോഹിയേട്ടനെ ഞാൻ കല്യാണം കഴിക്കാനോ? അയ്യേ, ബലാത്സംഗ വീരനെ ആർക്ക് വേണം? എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അവനെ നല്ല ഒന്നാന്തരം പെങ്കൊച്ചുങ്ങൾ കൊത്തിയെടുത്തോണ്ട് പോകും. വേണമെങ്കിൽ ഇപ്പോഴേ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചു. ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴേ മുൻഗണന കിട്ടണമെങ്കിൽ മതി. പെട്ടെന്ന് രേവതിക്കുട്ടിയുടെ അടുത്ത കമന്റ് വരികയാണ്. അലീന ചേച്ചിക്ക് ഇപ്പം ചേച്ചിയുടെ ആങ്ങള വലിയ കേമനൊക്കെ ആയിരിക്കും. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞൊക്കെ ആണല്ലോ. ശരി ശരി, വേണ്ട വേണ്ട, ഞാൻ ആ വിഷയം അങ്ങ് വിട്ടു. അങ്ങനെ വിടാൻ വരട്ടെ. എനിക്കൊന്ന് ആലോചിക്കാനുള്ള സാവകാശമൊക്കെ വേണ്ടേ? ആയിക്കോട്ടെ, ആലോചിച്ച് പറഞ്ഞാൽ മതി. അത് വേണോ അലീന ചേച്ചി? ഞാൻ അവിടെ വന്ന ആ തള്ളയോട് വഴക്ക് പിടിക്കണ്ടേ? ആ വൈജയന്തിമാലയോട്. എടി, നീ എന്തായി പറഞ്ഞേ? അതെൻ്റെ അമ്മയാണെന്നുള്ള കാര്യം നീ മറക്കണ്ട കേട്ടോ. നിങ്ങളെല്ലാം ഒറ്റ കെട്ടാണല്ലോ അല്ലേ? അമ്മയും ആങ്ങളമാരും അനുജത്തിമാരും. ഞാനാണല്ലോ പുറമേ നിന്നുള്ളവൾ, പൊതു ശത്രു. എടി, എൻ്റെ അമ്മായിയമ്മ പോരിന് നിന്റെ അടുക്ക വന്നാലും ഞാൻ നിന്റെ കൂടെയല്ലേ നിൽക്കൂ. അതുപോലൊരു സപ്പോർട്ട് നിനക്ക് വേറെ എവിടെ കിട്ടും? അതിന് ചേച്ചി അവിടെ ഇല്ലല്ലോ, കുളത്തുപ്പുഴയല്ലേ. വൈജയന്തിമാലയുടെ സ്ത്രീധന പീഡനം ചേച്ചി എങ്ങനെ അറിയാനാ? ചേച്ചി എങ്ങനെ ഇതിനകത്ത് ഇടപെടാനാ?
അലീനയ്ക്ക് അത് കേട്ടപ്പോഴേക്കും ചിരി പൊട്ടി. അവൾ പറയുകയാണ്, അങ്ങനെ എല്ലാ കാലത്തും നിന്റെ കൂടെ താമസിച്ചുകൊണ്ട് നിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യുവാൻ പറ്റുമോടി? ഞാൻ എൻ്റെ അനുജനോട് പറഞ്ഞും ഉപദേശിച്ചും 2 ഇടിയും കൂടി കൂടുതൽ തരുവിക്കും അല്ലേ? ചുമ്മാതൊന്നും അല്ലല്ലോ പെണ്ണേ, ഒരു ബറ്റാലിയൻ ബന്ധുക്കളെയല്ലേ നിനക്കിതുവഴി കിട്ടാൻ പോകുന്നത്. ഓ, അലീന ചേച്ചിയുടെ സിസ്റ്ററിലോ ആണെന്ന് പറഞ്ഞ് എനിക്ക് കൊല്ലപ്പള്ളിയിലും കുളത്തുപുഴയിലും പുനലൂരിലും അഞ്ചലും എല്ലാം കയറി അങ്ങോട്ട് നിരങ്ങാം അല്ലേ? അത് കേട്ടുകൊണ്ട് പാതിരാത്രിയിൽ അലീന പൊട്ടിച്ചിരിച്ചു. രോഹിത് കൈ ഉയർത്തി ആംഗ്യ ഭാഷയിൽ എന്തോ ചോദിക്കുന്നുണ്ട്. അലീന അവനോട് ഇരിക്കാൻ ആംഗ്യം കാട്ടി. എന്നിട്ട് വീണ്ടും, നീ ഇപ്പോൾ രോഹിത്തിനെ വിളിക്കാറുണ്ടോടി? കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചതാ, പക്ഷെ ആ കൊരങ്ങൻ ഇങ്ങോട്ട് വിളിക്കാറില്ല. വൈജയന്തിമാലയുടെ അല്ലേ മോൻ, ഗർവിനൊട്ടും കുറവില്ലായിരിക്കും. അതോ ഇനി പിശുക്കത്തരമാണോ? ഞാൻ ഒരാൾക്ക് കൊടുക്കാട്ടോ. അലീന ഫോൺ കൊണ്ടുപോയി രോഹിത്തിന് കൊടുത്തു. രേവതിക്കുട്ടിയാണ് അങ്ങേ തലക്കൽ എന്നവൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് രോഹിത്ത് വിളിച്ചു തുടങ്ങുകയാണ്, മരംകൊത്തി. മറുവശത്ത് രേവതിക്കുട്ടി ഞെട്ടിപ്പോയി. എൻ്റെ ഈശ്വരോ, വീരൻ! അതെ, വീരൻ തന്നെയാടി. നിനക്കെന്താ ഷോക്ക് അടിച്ചോ? അയ്യോ, ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോ? എൻ്റെ ദൈവമേ, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനി എന്തെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കാണ്ടിരിക്കുന്നു. ഇയാൾ അലീന ചേച്ചിക്കൊന്ന് കൊടുത്തേ. നമ്മൾ സംസാരിച്ച് തീർന്നില്ലല്ലോ. രോഹിയേട്ടാ പ്ലീസ്, ഞാൻ അത് കഴിഞ്ഞിട്ട് രോഹിയേട്ടൻ്റെ അടുത്ത് സംസാരിച്ചോളാം. പെട്ടെന്ന് രോഹിത്ത് അലീനയ്ക്ക് ഫോൺ കൈമാറി. എന്താ മോളെ? അലീന ചേച്ചി, സത്യം പറ, ചേച്ചി ഇപ്പം എവിടെയാ? കടപ്പാട്ടൂരാണോ? അതെന്തൊരു ചോദ്യ, ഞാൻ കുളത്തുപുഴയാണെന്ന് ആദ്യമേ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിച്ചതെല്ലാം രോഹിയേട്ടൻ കേട്ടില്ലേ? സംശയം എന്താ? ഞാനാണെങ്കിൽ ഇവിടെ സ്പീക്കർ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. ഞാൻ ഇനി എങ്ങനെ രോഹിയേട്ടൻ്റെ മുഖത്തേക്ക് നോക്കും? ഉടനെ ഒന്നും നീ അവൻ്റെ മുഖത്ത് നോക്കണ്ട. പോ ചേച്ചി. എന്തൊക്കെയായി പറഞ്ഞത്? അയ്യേ, കഷ്ടം. അലീന ചേച്ചി ഭയങ്കര ചതിയാ ചെയ്തത് കേട്ടോ. എൻ്റെ അനുജനല്ലേടി, അവനതൊക്കെ അങ്ങ് സഹിച്ചോളും. അലീന ചേച്ചി, ഈ രോഹിയേട്ടൻ എങ്ങനെയാ കുളത്തുപുഴ വന്നത്? അലീന ചേച്ചിയുടെ താമസ സ്ഥലമൊക്കെ രഹസ്യമാക്കി വെച്ചിരുന്നതല്ലേ? അച്ഛൻ കൂട്ടിക്കൊണ്ടു വന്നതാ മോളെ. അപ്പോൾ അലീന ചേച്ചി ആരാണെന്നുള്ള രഹസ്യമൊക്കെ രോഹിയേട്ടനും അറിഞ്ഞോ? അച്ഛൻ അവനോട് പറഞ്ഞു. എൻ്റെ ഈശ്വര, സത്യമാണോ അലീന ചേച്ചി? ഞാനതെല്ലാം പിന്നെ നിന്നോട് പറയാം. അലീന രോഹിത്തിനെ ഒന്ന് നോക്കിയിട്ട് പതിയെ മുറി വിട്ടിറങ്ങി. തുടർന്ന് കാണുന്നത് പ്രഭാതത്തിലെ കാഴ്ചകളാണ്. രോഹിത്ത് പ്രാവിൻകൂടിനരികെ നിന്ന് പ്രാവുകൾക്ക് തീറ്റി വിതറുകയാണ്. അവൻ്റെ കൈവെള്ളയിൽ കോതമ്പ് മണികൾ കൊത്തിപ്പെറുക്കുവാൻ വേണ്ടി ഒരു വെള്ളരി പ്രാവ് വന്നിരുന്നു. രോഹിത്തെ! അലീനയുടെ വിളിയൊച്ച കേട്ടുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി. അലീന ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി വരികയാണ്. അവൾ അടുത്തെത്തി ഫോൺ കൊടുത്തിട്ട് കിതച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛനാ, ഹോൾഡ് ചെയ്യുക. രോഹിത്ത് ഫോൺ അറ്റൻഡ് ചെയ്തു. നീ എപ്പോഴാ വരുന്നേ? മറുവശത്ത് ബാലേന്ദ്രമേനോൻ്റെ ചോദ്യം. വൈകുന്നേരം വന്നാൽ പോരെ അച്ഛാ? നിന്റെ അമ്മ ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്കുക, പെട്ടെന്ന് നീങ്ങി വാ. ശരി, ഞാൻ വന്നോളാം അച്ഛാ. അവൻ കോൾ ഓഫ് ആക്കിയിട്ട് അലീനയുടെ മുഖത്തേക്ക് നോക്കി പറയുകയാ, അച്ഛൻ പറയുന്നു ചെല്ലാൻ, അമ്മ വഴക്കാണെന്ന്. ഉടനെ അലീന വാത്സല്യത്തോടു കൂടി പറയുകയാണ്, ഉച്ചയൂണും കൂടി കഴിഞ്ഞു പോയാൽ മതി കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അലീന അവനെ തോട്ടം കാണിക്കുവാൻ കൊണ്ടുപോയി. ഉച്ചയൂണ് കഴിഞ്ഞയുടൻ അവൻ മടങ്ങിപ്പോകുവാൻ ഒരുങ്ങുകയാണ്. രോഹിത്തിന്റെ മുഖത്തെ സങ്കടഭാവം കണ്ടിട്ട് അലീന അവനെ സാന്ത്വനപ്പെടുത്തി. നീ എന്തിനാ വിഷമിക്കുന്നേ? ഇനി നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ. പാലാ ഇന്ന് 3-4 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. ചേച്ചി ഞങ്ങളുടെ വീട്ടിലെ അല്ലേ, അവിടെ വന്ന് താമസിക്കേണ്ടതല്ലേ? ചേച്ചിയുടെയും കൂടെ വീടല്ലേ അത്? ചേച്ചി അവിടെ ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അതൊന്നും സാരമില്ലടാ മോനെ, നിനക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാലോ. നീ ബബിതയും കൃഷ്ണമോളെയും നല്ലപോലെ ശ്രദ്ധിക്കണം. അച്ഛൻ്റെ മനസ്സിൽ കെടാത്തൊരു തീയുണ്ട്, നീ അച്ഛനെ തണുപ്പിക്കണം. അമ്മയോട് ഒരിക്കലും ദേഷ്യം കാണിക്കരുത്. ചേച്ചി, അമ്മയുടെ ഭാഗത്ത് ഒട്ടും തന്നെ നീതിയില്ല, അതെനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. സാരമില്ല മോനെ, നമ്മളത് ക്ഷമിക്കണം. മഴത്തോരും മുൻപേ എന്ന പരമ്പരയുടെ മനോഹാരിത വീണ്ടും തുടരുകയാണ്. അടുത്ത എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.